ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ വർഷം ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഒരു കിടിലൻ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ദുരൂഹത എപ്പോഴും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണിത്. അതായത് നമ്മുടെ കഥാനായകൻ അതുപോലെ തന്നെ കഥാനായിക, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടുകയാണ്. ഒരു വർഷത്തേക്കാണ് ഈ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കുഴി, അതങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിനുള്ളിൽ എപ്പോഴും ഭയങ്കര ശക്തമായ മൂടൽമഞ്ഞാണ്. മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ആ കുഴിയുടെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് ടവറുകളുണ്ട്. ഈ രണ്ട് ടവറുകളിൽ കാവൽ നിൽക്കാനായിട്ടാണ് കഥാനായകനും കഥാനായികയും വരുന്നത്. എന്നാൽ ഇവർക്കറിയില്ല ഈ കുഴിയിലുള്ള ഈ മൂടൽമഞ്ഞുണ്ടല്ലോ അതിനുള്ളിൽ എന്താണെന്ന്. അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വലിയ മഹാരഹസ്യം തന്നെയായിരുന്നു ആ മൂടൽമഞ്ഞിനടിയിൽ ആ വലിയ കുഴിയിൽ ഉണ്ടായിരുന്നത്. ആക്ച്വലി എന്താണത് അതറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു കഥയിലേക്ക് തന്നെ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തുടക്കം മുതലേ വല്ലാത്തൊരു ദുരൂഹതയിൽ ത്രില്ലിൽ നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടിരിക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ചെറിയ ഗുഹ, ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് ഡ്രാസ. അവളാണ് നമ്മുടെ കഥാനായിക. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇതേ ഗുഹയിൽ തന്നെയാണ് അവൾ ഒളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലേ. അങ്ങനെ 10ാമത്തെ ദിവസം ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് തന്നെ ഡ്രാസ പതിയെ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവൾ കാണുന്നത് റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് ആണ്. അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം അവളുടെ സ്നൈപ്പർ റെഡിയാക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഡ്രാസ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ബിസിനസ്സുകാരൻ, ഒരു മൊട്ട. അയാൾ ഇപ്പൊ ആ ഒരു പ്രൈവറ്റ് ജെറ്റിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്നു. അയാളുടെ ചുറ്റും സെക്യൂരിറ്റീസ് ആണ്, ഫുള്ളായിട്ടുള്ള ബോഡി ഗാർഡെല്ലാം ഉണ്ട്. ഒരാൾക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഈ മൊട്ടയുടെ നെറ്റിയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറി സ്പോട്ടിൽ തീരുകയാണ്. വെച്ചത് മറ്റാരുമല്ല, ഡ്രാസ തന്നെ. ഒരു പ്രൊഫഷണൽ കില്ലറാണ് ഡ്രാസ. ഏറ്റെടുത്ത ജോലി അത് പക്കയായിട്ട് തീർക്കും. അതുപോലെ അവൾ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു മലയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ ഡോട്ട് പോലെ കാണുന്നില്ലേ, അവിടെയാണ് അവൾ ഇരിക്കുന്നത്. ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ലെവിയെ കാണിക്കുകയാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ചാടി എഴുന്നേൽക്കാണ്. നേരെ പിന്നീട് ഉറക്കം വരാത്തതുകൊണ്ട് ബീച്ച് സൈഡിലേക്ക് പോകുന്നുണ്ട്. ദൂരേക്ക് ഒരാവശ്യമില്ലാതെ വെറുതെ അങ്ങനെ നോക്കി നിൽക്കാണ്. അവന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒരു വലിയ വിഷമം അവന്റെ മുഖത്തുണ്ട്. ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് അവനോട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചത് ഒരു സാധാരണ ആളല്ല, മിലിറ്ററിയിലൊക്കെ ഉള്ള ഹൈ പവർ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, ഒരു ലേഡി ഏജന്റ്. അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ തന്നെ ലെവിയെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കാണുമ്പോഴേ നമ്മുടെ ലെവിയെ പാവമായിട്ട് തോന്നുള്ളൂ. അവനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഓഫീസർ അവനെ വിളിപ്പിച്ചത്. ഒരു കിടിലൻ സ്നൈപ്പറാണ് ലെവി. അവന്റെ ലൈഫിൽ 113 പേരെ അവൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത് ഇവരുടെ കണക്കിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവൻ എത്ര പേരെ കൊന്നു എന്ന് അവന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതുവരെയായിട്ടും അവൻ ആരെയും സ്പോട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലെവി വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. മിക്കവാറും ആ ചെയ്തതിലൊക്കെ അവന് വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവന്റെ മുഖത്ത് ആ ഒരു വിഷമൊക്കെ. എന്നാൽ ഈ ഓഫീസർ അവനോട് പറയുന്നത്, ഓക്കെ, പഴയ കാലത്തെ കുറിച്ചൊന്നും എനിക്ക് അറിയണ്ട. എന്നാൽ ഞാൻ നിനക്ക് ഇപ്പൊ ഒരു ജോലി തരാൻ വേണ്ടി പോവാണ്. 1 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് സെറ്റിൽ ആവാനുള്ള എമൗണ്ട് ഞാൻ തരും. അതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ പേരിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരൊറ്റ ക്രിമിനൽ കേസ് പോലും നിലവിൽ ഉണ്ടാവില്ല. സുഖമായിട്ട് സൗകര്യത്തോട് കൂടിയിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം. അതൊരു നല്ല ഡീൽ ആയതുകൊണ്ട് തന്നെ ലെവി അതിനോക്കെ പറയാണ്. ഇതിനുശേഷം ഡ്രാസയെ കാണിക്കുകയാണ്. അവളിപ്പോ ഉള്ളത് ലിത്വാനിയയിലാണ്. അച്ഛനെ കാണാനാണല്ലോ അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അച്ഛൻ ഇപ്പൊ ഇരിക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. കാരണം അവളുടെ അമ്മയെ മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. മാത്രമല്ല അമ്മയുടെ ഓർമ്മ ദിവസം കൂടിയാണ്. എന്നാൽ ഡ്രാസയുടെ മുഖത്ത് ആ ഒരു വിഷമം കണ്ടപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ ഈ വിഷമം? അതല്ല അച്ഛ, അവസാനമായിട്ട് ഞാൻ ഒരാളെ കൊന്നില്ലേ. എന്തോ അതിനുശേഷം ഉള്ളിൽ വല്ലാത്തൊരു വിഷമം പോലെ. മര്യാദ കുറങ്ങാനൊന്നും പറ്റുന്നില്ല. അയാൾക്ക് 3 കുട്ടികളുണ്ട്. അവരിനി എങ്ങനെ ജീവിക്കും? ഇപ്പൊ ഡ്രാസയുടെ അച്ഛൻ പറയാണ്, മോളെ, ആ കാര്യത്തിൽ മാത്രം നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവൻ കാരണം വഴിയാധാരമായതും മരിച്ചുപോയതും എത്ര ആൾക്കാരാണെന്നറിയോ. അതുകൊണ്ട് അതിൽ മാത്രം പശ്ചാത്താപം തോന്നേണ്ട ആവശ്യമില്ല. എന്തായാലും നിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ മൊട്ടയെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ബുള്ളറ്റിന്റെ ആ ഒരു ഷെല്ലുണ്ട്, അത് അവളോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഡ്രാസ ആ ഷെല്ല് അച്ഛനോട് കൊടുക്കുകയാണ്. അതുപോലെ ഒരുപാട് ഷെല്ലുകൾ ഡ്രാസയുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് അവൾ എന്താണോ ചെയ്യുന്നത്, എത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് നന്നായിട്ട് ആ മനുഷ്യനറിയാം. അതുപോലെ തന്നെ ഡ്രാസയുടെ അച്ഛൻ പറയണം, മോളെ, ജോലിയെല്ലാം കഴിഞ്ഞില്ലേ, കുറച്ച് ദിവസം അച്ഛന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? കാരണം തീരെ വയ്യാതാവുന്നുണ്ട്. ക്യാൻസർ അത് കുറച്ച് കൂടി വരുന്നുണ്ട് എന്നാ ഡോക്ടർ പറയുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലേ ചോദിച്ചപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഏകദേശം തീരുമാനമായിട്ടുണ്ട് മോളെ. പക്ഷെ അച്ഛ, എനിക്ക് അടുത്ത കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. 1 വർഷമാണ് ആ ജോലി, അത് ഏറ്റെടുത്ത് പോയി. ഞാൻ എന്താ ചെയ്യാ? തൽക്കാലം 1 വർഷം അച്ഛൻ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നിൽക്ക്, അത് കഴിഞ്ഞ് ഞാൻ വരാന്ന് പറയാണ്. ഈ സമയത്ത് ഡ്രാസയുടെ അച്ഛൻ പറയണം, മോളെ, നടക്കുന്നു തോന്നില്ല കേട്ടോ. കാരണം ഈ അസുഖത്തിന്റെ വേദന വല്ലാതെ കൂടി വരികയാണ്. എനിക്കതങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു വിശ്രമം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും വേദന സഹിച്ചുകൊണ്ട് അവസാനം മരിക്കണ്ടല്ലോ. അതങ്ങോട്ട് പെട്ടെന്നായാൽ നല്ലതല്ലേ. എവിടെയെങ്കിലും വെച്ച്, ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും, അവിടെ വെച്ച് എന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് തന്നെ എന്നെ മറവ് ചെയ്യണമെന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്. എല്ലാവരുടെ ഹൃദയം കുറച്ച് എന്താ പറയാ ഹാർഡാണെന്ന് തോന്നുന്നു. ഇത് കേട്ട സമയത്ത് ഡ്രാസയ്ക്ക് വിഷമാവുന്നുണ്ടെങ്കിലും അവൾ ആ ഒരു ജോലിക്ക്
ആയിട്ട് തിരിച്ചു പോവാണ്. ഇതിനുശേഷം ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലവിയെ കാണിക്കുകയാണ്. പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരി അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. നിന്റെ കയ്യിൽ ID കാർഡ്, ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും അത് തരണമെന്ന് പറയണം. ലവി എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് അവന് വേണ്ടി പുതുതായിട്ട് ചില വസ്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടിക്കുമെന്ന് പറയാണ്. അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സും തയ്യാറാക്കി ലവി ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. പാരഷൂട്ട് ഉണ്ട് കേട്ടോ. ഒരു ഘട്ടത്തിൽ അത് ഓണാക്കി ആ ഒരു ഫോറസ്റ്റിലേക്ക് അവൻ നൈസായിട്ട് വന്ന് ലാൻഡ് ആവുകയാണ്. പിന്നീട് കുറച്ചധികം നേരം അവൻ ആ ഒരു കാട്ടിലൂടെ നടക്കുകയാണ്. അതായത് ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അത്യാവശ്യം മലയും നദിയും കുന്നും താഴ്വാരയും ഇതെല്ലാം താണ്ടിയാണ് അവൻ പോകുന്നത്. അങ്ങനെ കുറെ നേരം പോയ സമയത്ത് അവൻ എത്തേണ്ട ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ വലിയൊരു ടവർ കാണുന്നുണ്ട് കേട്ടോ. ആ ടവറിലാണ് ഇനി ഒരു വർഷം ലവി ജോലി ചെയ്യേണ്ടത്. ആ ടവറിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ വലിയൊരു കുഴി കാണുന്നുണ്ട്. കുഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കടന്ന ചാലുണ്ടല്ലോ, ആ ചാലിന് ഒരുപാട് ആഴുണ്ടെങ്കിൽ അതുപോലെയാണ് ആ ഒരു കുഴി. വലിയൊരു ചാല്, ഭയങ്കരമായിട്ടുള്ള ആഴം. അപ്പൊ ആ ടവറിനരികിലേക്ക് ലവി പോകുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഗാർഡ് ഉണ്ടാവുമല്ലോ, അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ലവിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ കാവലിരിക്കേണ്ട സ്ഥലം, പിന്നീട് അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ലവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു കൊടും കാടാണെങ്കിലും ഇവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ എത്തിക്കോളും. ഇനി ഈ ഒരു ടവറിൽ ലവി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആയുധങ്ങളുണ്ട്. അതെല്ലാം നല്ല വെട്ടിപ്പായിട്ട് സൂക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ രീതിയിൽ തയ്യാറാക്കി വെക്കണം. അതുപോലെ കുറെ ബോംബുകളും കാര്യങ്ങളും ഇതെല്ലാം ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ടവറിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു കുഴി കണ്ടില്ലേ, ആ കുഴിയിൽ നിന്നും മുകളിലേക്ക് ആരും വരാതെ നോക്കുകയും വേണം. അതാണ് പ്രധാന ജോലി. പിന്നെ ഇവിടുത്തെ പ്രധാന റൂൾസ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ കുഴിയുടെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു ടവർ ഉണ്ട്. ആ ടവറിലും നിന്നെ പോലെ തന്നെ ഒരു കാവൽക്കാരനുണ്ടാവും. അയാളുമായിട്ട് ഒരിക്കലും സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനോ പാടില്ല. അത് നിയമത്തിന് ഭയങ്കരമായിട്ട് എതിരാണ്. ബട്ട് എന്താണ് ഈ കുഴിയുടെ താഴെ എന്ന് ലവി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ആ ആള് പറയാണ്, അങ്ങനെ ചോദിച്ചാൽ വ്യക്തമായിട്ട് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരു ബോംബ് എടുത്ത് അതിന്റെ ആ ഒരു പിന്നൂരി നേരെ താഴേക്ക് ഇടുകയാണ്. താഴെ ചെന്ന് അത് പൊട്ടിയ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആരാണ് എന്താണ് ആ കരഞ്ഞതെന്നും എനിക്കറിയില്ല. അവരാണ് മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അവർ മുകളിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ആള് ഇവിടം വിട്ടു പോവാണ്. ഇതിനുശേഷം അവിടെ നമ്മുടെ ലവി ഒറ്റയ്ക്കായി. ഇനി ഒരു വർഷം ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. പിന്നീട് അവിടെയുള്ള ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ആ ഗണ്ണ് ക്ലീൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്തായാലും ഇതേ നേരം തന്നെ ഇവിടുന്ന് പോയ ആളൊരു മറ്റൊരു ലൊക്കേഷനിലേക്ക് വന്നു. അയാളെ കൂട്ടാനായിട്ട് ഒരു ഹെലികോപ്റ്ററും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇയാൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ല സന്തോഷമാണ്. അങ്ങനെ ഇയാളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഹെലികോപ്റ്റർ വന്നായിരുന്നല്ലോ, അതിൽ നിന്നും ഒരു റോപ്പ് താഴേക്ക് വരുന്നുണ്ട്. അതിൽ പിടിച്ച് ഇയാൾ കയറുകയാണ്. ഭയങ്കര ഹാപ്പിയിലാണ് ഇയാൾ. എന്നാലുണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ ഇയാളെ വെടിവെച്ച് കൊന്നുകളയാണ്. എന്നിട്ട് ആ ഓഫീസർ ഉണ്ടല്ലോ, ആ ലേഡി, അവരെ വിളിച്ചിട്ട് ഈ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, മേഡം നമ്മൾ വിചാരിച്ചതുപോലെ കാര്യം നടന്നു, അവനെ കൊന്നിട്ടുണ്ടെന്ന്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് പൈസയൊന്നുമല്ല കൊടുക്കുന്നത്, ഇതുപോലെ മരണമാണ് കൊടുക്കുന്നത്. ഈ കാര്യമൊന്നും അറിയാതെ ആ ടവറിൽ സിൻസിയർ ആയിട്ട് തന്നെ ലവി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടവറിന്റെ പരിസരത്തായിട്ട് കുറെ അധികം ആന്റിനകളുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ ഓരോ കാര്യങ്ങൾ അതെല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും ആയുധങ്ങളും അതുപോലെ തന്നെ ബോംബുകളും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എപ്പോഴും ആക്റ്റീവ് ആകുന്ന രീതിയിൽ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോ മാസത്തിൽ ഒരു തവണ കോള് വരുമ്പോൾ അങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് ആലോചിക്കണം, ഒരു മാസത്തിൽ ഒരു തവണ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഉണ്ടാവുക. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞു, അല്ല എന്തെവിടെ നടക്കുന്നതെന്ന് അവൻ ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് കട്ട് ചെയ്യാണ്. ഇത് തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഏകാന്തമായിട്ട് മനുഷ്യന് കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ശിക്ഷ പോലെയാണ്. അത് ജോലിയായാലും ശരി എന്തായാലും ശരി ഭയങ്കരമായിട്ട് മൈൻഡിനെ ബാധിക്കും. അങ്ങനെ ഏകാന്തമായിട്ട് ദിവസങ്ങൾ ലവി തള്ളി നീക്കുന്നുണ്ട്. അവന് ആവശ്യമുള്ള ചില പച്ചക്കറികളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊരു ചെടി പറിച്ചു വരുന്ന സമയത്ത് ആ വലിയ കുഴിയുടെ അപ്പുറത്തായിട്ട് മറ്റൊരു ടവറില്ലേ, അവിടെ നിന്നും ചില ശബ്ദങ്ങൾ കേട്ടു. വേഗം തന്നെ ലവി ചെന്നിട്ട് ബൈനോക്കുലർ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ലവിയെ പോലെ തന്നെ അപ്പുറം ഭാഗത്തിന് കാവൽ നിൽക്കാനായിട്ട് ഒരാൾ അവിടെയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡ്രാസ് തന്നെ. അവളൊരു മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ബൈനോക്കുലറിലൂടെ ഡ്രാസയെ ലവി അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ഡ്രാസയ്ക്കും ഒരു തോന്നല്, അവൾ ആരോ നോക്കുന്നത് പോലെ. പെട്ടെന്ന് അവൾ തിരിയുമ്പോഴേക്കും ലവി അവിടെ നിന്ന് മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ലവി എന്തൊരു ശബ്ദം കേട്ടു. ആരോ എന്തോ ഒന്ന് വന്നു എന്ന് കരുതിയിട്ട് വേഗം തന്നെ അവന്റെ ഗണ്ണെടുക്കാണ്. ഗണ്ണെടുത്തപ്പോൾ തന്നെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അത് അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഗണ്ണുമായിട്ട് മുഴുവനായിട്ടും അവിടെ പരിശോധിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അത് അവന്റെ തോന്നലിനെയായിരുന്നു. അത് അവന് മനസ്സിലായി. എന്നാൽ നിലത്ത് വീണ് പൊട്ടിയ ആ ഒരു ഗ്ലാസിന്റെ കഷ്ണത്തിൽ അവൻ ചവിട്ടിപ്പോയി കാല് മുറിയാണ്, രക്തം വരുന്നുണ്ട്. വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതെടുത്തുകൊണ്ട് അവന്റെ മുറിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെച്ച് കിട്ടുകയാണ്. ഈ സമയത്ത് ഓപ്പോസിറ്റുള്ള ആ ഒരു ടവർ ഉണ്ടല്ലോ, അതിലിരിക്കുന്ന ആളെ നമ്മുടെ ലവി നോക്കുന്നുണ്ട്. നമ്മുടെ ഡ്രാസ് തന്നെ സന്ധ്യാനേരമായ സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞല്ലോ, ഒരു മെഴുകുതിരി എല്ലാം കത്തിച്ചു വെച്ച് അതിനരികിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം എടുത്ത് ലവി ആ ടവറിന്റെ മുൻഭാഗത്ത് വന്നിരുന്ന് അതങ്ങനെ വായിക്കുകയാണ്. ഇതേ സമയം അപ്പുറത്ത് നിൽക്കുന്ന ഡ്രാസയ്ക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ബൈനോക്കുലർ ഉപയോഗിച്ച് അവൾ നോക്കുന്ന സമയത്ത് ലവി മുൻഭാഗത്തിരുന്ന് പുസ്തകം വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ശ്രദ്ധ ഒന്ന് ഇങ്ങോട്ട്
അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു ഗണ്ണെടുത്ത് അവൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ശബ്ദം കേട്ടപ്പോൾ ബൈനോക്കുലർ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് ലെവി നോക്കുകയാണ്. ആ സമയത്ത് ഡ്രാസ ഒരു പേപ്പറിൽ അവന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഒരു പേപ്പറിൽ എഴുതി ലെവി മറുപടി കൊടുക്കുന്നുണ്ട്. അത് നിയമത്തിനെതിരാണ്, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ ഡ്രാസ വീണ്ടും ചോദിക്കുകയാണ്, എടോ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അറ്റ്ലീസ്റ്റ് ഒന്ന് വിഷെങ്കിലും ചെയ്യേ. ഇത് കേട്ടപ്പോൾ ലെവിക്ക് ചിരി വരികയാണ് കേട്ടോ. പിന്നെ അവൻ സമ്മതിക്കുകയാണ്, എന്റെ പേര് ലെവിയാണ്, എന്തായാലും ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, ജന്മദിനാശംസകൾ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇതിനുശേഷം അവൾ ഒരു വൈൻ ബോട്ടിൽ എടുക്കുകയാണ്. അതുപോലെ തന്നെ അവനോട് ഒരെണ്ണം എടുക്കാൻ പറയുന്നുണ്ട്. പിന്നീട് ലൈറ്റ് ആയിട്ട് ഒരു മ്യൂസിക്കും ഡ്രാസ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് എഴുതി കാണിക്കാണ്, ചുമ്മാ ഒന്ന് ഡാൻസ് കളിക്കുന്നത്. ഈ സമയത്ത് ലെവി പറയാണ്, ഏയ് ഡാൻസ് ഒന്നുമില്ല, എനിക്കതൊന്നും അറിയില്ല, എന്നാലും ചുമ്മാ ഒന്ന് കളിക്കുന്ന പറയാണ്. ലെവിക്ക് തീരെ താല്പര്യമില്ല. ആകെ അറിയാവുന്നത് സ്നൈപ്പർ ഷൂട്ടിംഗ് ആണ്. ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് ഉന്നം നോക്കി വെടിവെക്കാൻ പറ്റും. അതേ പരിപാടി തന്നെ ഡ്രാസ കാണിക്കുകയാണ്. അവന്റെ ഏതൊരു വസ്തു അവിടെ വെച്ചായിരുന്നു അതിലേക്ക് കറക്റ്റ് ആയിട്ട് അത്രയും ദൂരത്ത് നിന്ന് അവള് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോ ആഹാ നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാനും ചെയ്യുമെന്ന രീതിയിൽ ലെവി തിരിച്ചും ഷൂട്ട് ചെയ്യാണ്. ഓഹോ നീ അത്ര ടാലന്റുള്ള ആളാണെങ്കിൽ വെടിവെക്കടാ എന്ന രീതിയിൽ ഡ്രാസ അവളുടെ തലയിൽ ഒരു കുപ്പിയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് ലെവിക്ക് എന്തൊരു സംശയം, എന്തൊരു ശബ്ദം ഇപ്പൊ കേട്ടല്ലോ. അതും താഴ്ഭാഗത്ത് നിന്ന് പെട്ടെന്ന് നോക്കിയ സമയത്ത് ആ മൂടൽമഞ്ഞുണ്ടല്ലോ, ആ താഴ്വര അല്ലെങ്കിൽ ആ വലിയ കുഴി നിറയെ ഈ മൂടൽമഞ്ഞാണ്. ഇതിനുള്ളിൽ നിന്നും ഒരു പ്രത്യേകതരം ജീവി പുറത്തേക്ക് വരുന്നുണ്ട്. വേഗം തന്നെ അവന്റെ ആയുധങ്ങൾ തയ്യാറാക്കുകയാണ്. കണ്ടാൽ മനുഷ്യനും മരവും മിക്സ് ആയതുപോലെയുള്ള ഒരു രൂപം. പെട്ടെന്ന് തന്നെ അതിന് വെടിവെക്കുന്നുണ്ട്. അതിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതേ നേരം തന്നെ ഈ ടവറിന്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് ആ ചെരുവിലായിട്ട് ഒരുപാട് ബോംബുകൾ വെച്ചായിരുന്നു. ഇങ്ങനെ കയറി വരുന്ന ഈ സാധനങ്ങളെ മനസ്സിലാക്കിയിട്ട് ബോംബ് ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടാൻ തുടങ്ങുകയാണ്. മറുഭാഗത്ത് നിന്നും ഡ്രാസ ഈ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലെവിയെ സഹായിക്കാനായിട്ട് ഡ്രാസ അവളുടെ ഗണ്ണ് ഉപയോഗിച്ച് അവന്റെ അരികിലേക്ക് കയറി വരുന്ന എല്ലാ പിശാചുകളെയും, എന്താണെന്ന് അറിയില്ല, പിശാചാണോ മൃഗമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല, അപ്പൊ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഡ്രാസ നിൽക്കുന്ന ആ ഭാഗത്തേക്കും ഈ ജീവികൾ കയറി വരികയാണ്. ഇത് കണ്ട സമയത്ത് ലെവി എന്താക്കി, ഡ്രാസ നിൽക്കുന്ന ആ ചെരിവുണ്ടല്ലോ അങ്ങോട്ടേക്ക് അവൻ ഷൂട്ട് ചെയ്യാണ്. അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്കാവുന്ന മെഷീൻ ഗണ്ണുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വർക്കായിട്ട് ആ ജീവികളെ വെട്ടിവെച്ചിടുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് അത് പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും താഴേക്ക് പോവാണ്. ഇതിനിടയിൽ ഈ ഡ്രാസയുടെ ഭാഗത്ത് ഒരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണം വന്ന് അവളുടെ ദേഹത്ത് തട്ടുകയാണ്. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡ്രാസ പിന്നീട് അവളുടെ ആ ഒരു മുറിവെല്ലാം വെച്ച് കെട്ടുകയാണ്. രാവിലെ ആയപ്പോ തന്നെ ലെവി എന്താ ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിയാണ്. അതുപോലെ തന്നെ ഡ്രാസ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്, എന്റെ ഈ ബർത്ത്ഡേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയും സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറയണം. ഇതുപോലൊരു സ്ഥലത്ത് കുറേയധികം ഭീകര ജീവികളും മറ്റും ആദ്യമായിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ടവറിന്റെ താഴ്ഭാഗത്തായിട്ട് കുറേയധികം ബോംബുകൾ വെച്ചായിരുന്നല്ലോ, അതെല്ലാം പൊട്ടിയത് കൊണ്ട് തന്നെ അതെല്ലാം റീപ്ലേസ് ചെയ്യണം. അതിനായിട്ട് ലെവി താഴേക്ക് തൂങ്ങി ഇറങ്ങുകയാണ്. ആ നേരത്ത് ജീവികൾ വന്നാൽ അതിൽ നിന്നും ലെവിയെ രക്ഷപ്പെടുത്താനായിട്ട് ഡ്രാസ ഗൺ ലോഡ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതേ നേരം താഴെ നിന്നും, അതായത് ആ പുകയുടെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞൻ മിസൈൽ പെട്ടെന്ന് ആക്റ്റീവ് ആയിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല, അത് അതിന്റെ പാട്ടിന് പോവാണ്. ഇതിപ്പോ എന്ത് തേങ്ങയാണ്, ഇത് എവിടുന്ന കയറി വന്നേ, ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്താണ് ആ പുകയുടെ താഴെ എന്ന് പോലും ഇവർക്ക് അറിയില്ല. അനന്തമായ കുഴിയാണോ അല്ലെങ്കിൽ ചെറിയൊരു കുഴിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അത്രയും മൂടൽമഞ്ഞ് ഫുള്ളായിട്ട് മൂടി നിൽക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നിപ്പോ ഡിസംബർ മാസമായി. ഡിസംബർ ആയാൽ സ്വാഭാവികമായിട്ടും തണുപ്പ് നന്നായിട്ടും കൂടും. അതുപോലെ തന്നെ ചെറുതായിട്ട് മഞ്ഞ് വീഴാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് ആയി. ഡ്രാസയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ലെവി അവിടെ ഉണ്ടായിരുന്ന ഒരു മരം നന്നായിട്ട് അലങ്കരിക്കുകയാണ്, ക്രിസ്മസ് ട്രീ ആക്കുകയാണ്. അവളോട് ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകതരം രൂപം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു രൂപം ഉണ്ടാക്കി ലെവി തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് ഡ്രാസ എന്ന് പേരും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും രണ്ടുപേർക്കിടയിലുള്ള ആ ഒരു റിലേഷൻ അതങ്ങനെ കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്നൊന്നും അറിയില്ല. രണ്ടുപേരും ഒരുപാട് സംസാരിക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം ലെവി എപ്പോഴത്തെയും പോലെ തന്നെ അവിടെ കുറെ അധികം ആന്റിനകൾ വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം പരിശോധിക്കാനായിട്ട് പോകുന്ന സമയത്ത് നേരെ അപ്രഭാഗത്തേക്ക് ഡ്രാസയെ നോക്കുന്നുണ്ട്. അവളും ഇതേ ജോലി ചെയ്യാനായിട്ട് വരേണ്ടതാണ്, പക്ഷേ ഡ്രാസയെ കാണുന്നില്ല. ജോലിയെല്ലാം കഴിഞ്ഞ് ലെവി തിരിച്ചു വന്ന സമയത്ത് ഡ്രാസ ഭയങ്കര വിഷമിച്ച് അവർ ടവറിന്റെ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛന് തീരെ സുഖമില്ലല്ലോ, എന്തായാലും മരിക്കും. അപ്പോ ഒരു സമയമാകുമ്പോൾ ഒരുപാട് വേദന സഹിച്ച് അങ്ങനെ പോകണ്ടല്ലോ. ഏകദേശം ഫെബ്രുവരി 14 ആകുമ്പോഴേക്കും ഞാൻ എന്റെ ലൈഫ് അത് തീർക്കുമെന്ന് ഡ്രാസയോട് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു വിഷമാണ്. ഇപ്പൊ ലെവി എന്താണ് കാര്യം എന്ന് അവളോട് ചോദിക്കുമ്പോൾ ഡ്രാസ പറയാണ്, എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമം എന്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഇന്നേ ദിവസം വലിയൊരു നഷ്ടം സംഭവിക്കാൻ വേണ്ടി പോവാണ്. എന്തോ ഒരു താങ്ങായിട്ട് നീ എന്റെ അരികിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഇപ്പൊ ഡ്രാസ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ലെവിക്ക് എന്തോ പോലെ ആവുകയാണ്. സോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊരു പ്രണയത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നൊരു അവസ്ഥയിലേക്ക് വരെ ലെവി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സാഹസികത അവനിവിടെ കാണിക്കാൻ പോവാണ്. ഒരു റോക്കറ്റ് ലോഞ്ചർ എടുക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ബോംബ് പോലെയുള്ള സാധനം മൂരി മാറ്റി അതിലൊരു വലിയ കയറ് ഘടിപ്പിച്ച് ആ വലിയ കയറിന്റെ റോളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നേരെ അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് ഡ്രാസയ്ക്ക് മനസ്സിലാവില്ല. എന്തായാലും വന്ന ആ ഒരു കയറൊരു മരത്തിൽ ഭയങ്കര പവറായിട്ട് അവൾ കെട്ടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നടന്ന ഷൂട്ടിങ്ങിൽ ചെറുതായിട്ടൊരു തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം തന്നെ അവൾ കെടുത്തുകയാണ്. പിന്നീട് എന്താ നീ ചെയ്യുന്നതെന്ന് ഡ്രാസ ഇപ്പോൾ ലെവിയോട് ചോദിച്ചപ്പോൾ ഇന്ന് നിന്റെ കൂടെയാണ് എന്റെ ഡിന്നർ
നൈറ്റ്മെയർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പെണ്ണിന്റെ മുഖത്തൊരു നാണം വരുന്നത് കണ്ടോ? അയ്യോ ഭയങ്കര നാണം. ആ ചിരി കണ്ടാലറിയാം ഈ നാണെല്ലാം കണ്ടാൽ വിചാരിക്കും ഒരു പാവം പെണ്ണാണെന്ന്. എന്നാൽ സത്യം എന്താ, ഒരു 100 പേരുടെ തല തന്നെ വെടിവെച്ച് പൊളിച്ചു കളഞ്ഞ മുതലായി ഈ നിൽക്കുന്നത്. അവക്ക് നാണം. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പ്രണയം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പൈങ്കിളി തന്നെയാണ്. എന്നാൽ ആ പ്രണയത്തിന് വേണ്ടിയിട്ട് ലവി വലിയൊരു സാഹസികത ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുന്നേ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്യുന്നുണ്ട്. എവിടുന്ന് പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ കയറിലൂടെ അവൻ തൂങ്ങി അങ്ങനെ അപ്പുറത്തേക്ക് പോവാണ്. എന്റെ അമ്മേ, കാണുമ്പോൾ തന്നെ തല ഇറങ്ങുന്നത്. അത്രയും വലിയൊരു കുഴിയാണത്. പക്ഷേ ഒരു വല്ലാത്ത പുക തന്നെ ആയിട്ടോ. എന്താണ് ആ പുക ഇത്രയും പവർഫുൾ ആയിട്ട്? ഒരു വല്ലാത്ത സ്മെല്ലും ആ ഒരു പുകയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കുഴി താണ്ടി അവൻ അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് താഴെ നിന്നും ആ ഒരു മൃഗങ്ങൾ, പിശാചോ എന്തായാലും അതിന്റെ ആ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം താണ്ടി ലവി നേരെ അപ്പുറത്തേക്ക് വരികയാണ്. ഡ്രാസയെ തന്നെ അവൻ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടപ്പോ പെണ്ണിന് വീണ്ടും നാണം. പോ അവിടുന്ന്, ഇങ്ങനെ നോക്കല്ലേ. ഇതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നപ്പോ ഭയങ്കരമായിട്ട് ലവിയെ മണക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രാസ പറയുന്നത് ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വന്നു. അങ്ങനെ കുളിക്കാനായിട്ട് ഡ്രസ്സെല്ലാം ഊരി വെച്ച് അവൻ പോയ സമയത്ത് ഡ്രാസ എന്താക്കി, വേണമെന്ന് വിചാരിച്ച് ഡ്രസ്സെല്ലാം കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിടുകയാണ് വാഷ് ചെയ്തിട്ട്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ലവി വന്ന് നോക്കുമ്പോൾ ഡ്രസ്സ് കുറച്ച് അകലെയാണ്. ഇതിപ്പോ എന്താ ചെയ്യാ, ജെഡി പോലും ഇല്ല. അവനൊന്നും നോക്കില്ല, ഓടിച്ചെന്ന് ആ ഡ്രസ്സ് എടുത്ത് മാറ്റാണ്. ഇതെല്ലാം CCTV ക്യാമറയിലൂടെ ഡ്രാസ കാണുന്നുണ്ട്, ഇരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു, കുറെ തമാശകളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി ഡിന്നർ കഴിക്കാൻ വേണ്ടി അവരൊരുമിച്ചിരിക്കുകയാണ്. കുറേയധികം മാസങ്ങളായി രണ്ടുപേരും ഒരുപാട് ദൂരെ നിന്നും സംസാരിക്കുകയാണ്. അതും വെറും എഴുത്തുകളിലൂടെ. അത്രയും പ്രണയിച്ചു കഴിഞ്ഞു, അത്രയും അടുത്ത് കഴിഞ്ഞു. അവരടുത്തേക്ക് വന്നാൽ എന്തായിരിക്കും, അവരുടെ ആ ഒരു പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയാണ്. രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു, ഒരുപാട് പ്രണയിച്ചു. എല്ലാ രീതിയിലും രണ്ടുപേരും ആ രാത്രിയിൽ അടുക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ലവിക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പൊ ഡ്രാസയോട് യാത്ര പറഞ്ഞ് അവൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ചില്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചുമ്മാ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. സംഗതി അടിപൊളിയായിരുന്നു എന്ന് ഡ്രാസയും പറയുന്നുണ്ട്. അങ്ങനെ അവളോട് പറഞ്ഞ് ആ ഒരു റോപ്പിലൂടെ അവൻ അപ്പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ഏകദേശം പകുതിയായി കേട്ടോ. ആ നേരത്ത് താഴെ നിന്നും ആ ഒരു പിശാച് മുകളിലേക്ക് കയറി വരികയാണ്. എന്നാൽ അതങ്ങനെ കയറി വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടാൻ വേണ്ടി ബോംബുകളായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം പൊട്ടുകയാണ്. ആ ജീവി ചത്തു. എന്നാൽ അതിന്റെ കൂടെ തന്നെ ബോംബിന്റെ ഒരു കഷ്ണം വന്ന് ഈ റോപ്പിൽ തട്ടി റോപ്പ് മുറിഞ്ഞു പോവാണ്. കയറ് പൊട്ടി എന്താ സംഭവിക്കുക, അത്രയും വലിയ കുഴിയിലേക്ക് ലവി ചെന്നങ്ങ് വീഴുകയാണ്. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് പാരച്യൂട്ട് അവൻ കരുതിയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ലവി ഓണാക്കുന്നുണ്ട്. ഇത് കണ്ടു നിന്ന ഡ്രാസ ആകെ ഷോക്കായി പോയി. ഒരു നിമിഷം പോലും ഡ്രാസ ആലോചിച്ചില്ല. നേരെ ഓടുകയാണ് അവളുടെ ആ ഒരു ടവറിന്റെ ഉള്ളിലേക്ക്. പെട്ടെന്ന് തന്നെ ഒരു പാരച്യൂട്ട് ധരിച്ചു, ഒരു ഗണ്ണെടുത്തു, എടുത്ത് ചാടുകയാണ് ആ കുഴിയിലേക്ക്. അസാധ്യമായ ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് എത്ര ആഴമുള്ള കുഴിയാണ്, ഈ കുഴിക്ക് താഴെ എന്താണ്, ആ പുകയ്ക്കടിയിലായിട്ട് എന്താണ് എന്ന് പോലും അറിയാതെയാണ് ഡ്രാസ ലവിക്ക് വേണ്ടി ഈ ചാട്ടം എടുത്ത് ചാടിയത്. ഒരു ഘട്ടത്തിൽ പാരച്യൂട്ട് അത് ഓണാക്കി അവൾ നേരെ താഴേക്ക് ചെന്ന് വീഴാണ്. വീണതോ വളരെ വേഗത്തിൽ ഒഴുകുന്ന ഒരു നദിയിലേക്ക്. വീണ സമയത്ത് ആ ഒരു പാരച്യൂട്ട് പോയിട്ട് ഒരു പാറയിൽ കൊളത്തുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഒരുവിധം അവൾ മുകളിലേക്ക് വന്നു. അതിൽ നിന്നും നീന്തി കരയിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലവിയെ നോക്കുകയാണെങ്കിൽ ആ പാരച്യൂട്ട് ഓണാക്കിയത് കൊണ്ട് തന്നെ സേഫ് ആയിട്ട് താഴേക്ക് വന്നു. എന്നാൽ അതൊരു മരത്തിൽ കൊളത്തി തല എവിടെയോ ചെന്ന് അടിച്ച് അവന്റെ ബോധം പോയിട്ടുണ്ട്. ആ മരത്തിൽ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇതേ നേരം ഇതുവരെയായിട്ടും അവൻ കാണാത്ത വിചിത്രമായിട്ടുള്ള ഒരു ജീവി, അതായത് നമ്മൾ ഈ കാണുന്ന പഴുതാരയൊക്കെ ഉണ്ടല്ലോ, അതിന് അസാധ്യമായ വലുപ്പം വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലൊരു ജീവി അവൻ ആക്രമിക്കാനായിട്ട് വരികയാണ്. കയ്യിൽ ഗണ്ണുണ്ടായതുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ച് കൊന്ന് അവൻ രക്ഷപ്പെടുന്നുണ്ട്. നേരെ ഒരു മരത്തിന്റെ വേരിൽ വന്നാണ് വീഴുന്നത്. എന്നാൽ എന്തോ ഒരു അനക്കം പോലെ അവൻ നോക്കുമ്പോൾ ആ മരത്തിന്റെ വേരുകൾക്ക് ജീവനുള്ളത് പോലെ. അതിനിരയെ കിട്ടിയ സമയത്ത് പതിയെ അതിന്റെ ആ ഒരു എന്താ പറയാ വേരുകളുടെ തൊലിയെല്ലാം തുറന്നു വന്ന് പതിയെ ചില കമ്പും കഷ്ണങ്ങൾ അവനെ അതിന്റെ ഉള്ളിലേക്ക് പതിയെ കൊണ്ടുപോവാണ്. എന്നാൽ ലവിക്ക് ഒന്ന് അനങ്ങാൻ പറ്റണല്ലോ. മുഴുവനായിട്ടും അവന്റെ കൈയിനെയും കാലിനെയും അത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഡ്രാസ വരുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് കണ്ടപ്പോൾ ലവിക്ക് ഭയങ്കര ആശ്ചര്യം. ഡ്രാസ, നീ എന്നെ രക്ഷപ്പെടുത്താനാണോ താഴേക്ക് വന്നത്? ഇത് കേട്ടപ്പോൾ ഡ്രാസ പറയണ, എടോ എനിക്കിത് സംഭവിച്ചാൽ നീയും ഇങ്ങനെ വരില്ലേ, അപ്പൊ കൂടുതൽ തർക്കമൊന്നും വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. എത്രയും പെട്ടെന്ന് തന്നെ ആ റോപ്പ് കണ്ടുപിടിച്ച് നമുക്ക് മുകളിലേക്ക് പോകണമെന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ഇവർ ദൂരെ നിന്ന് മാത്രം കണ്ട ആ ജീവി, അതായത് ആ ഒരു പിശാച്, കണ്ടാൽ മനുഷ്യനും മരവും കൂടെ മിശ്രിതമായിട്ടുള്ള എന്തൊരു രൂപമാണെന്ന് തോന്നും. അതുപോലെ തന്നെ അത് വരുന്ന ആ ഒരു കുതിരയും, അതും അതുപോലെ തന്നെ മൃഗവും മരവും ഒരുപോലെയുള്ള ഒരു വിചിത്രമായ സാധനം അത് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലവിയും ഡ്രാസയും പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ പോലെ തന്നെ ഒരെണ്ണം കൂടെ വരികയാണ്. രണ്ടുപേരും ഒരു വിധത്തിൽ രണ്ടെണ്ണത്തിനെയും വെട്ടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം ശരീരഭാഗങ്ങൾ തകർന്നു കിടക്കുന്ന ആ ഒരു പിശാച്ചിനെ അല്ലെങ്കിൽ ആ ഒരു ജീവി അവർ നോക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി. 1949 സമയങ്ങളിൽ പട്ടാളക്കാർ ധരിച്ചിരുന്ന യൂണിഫോമാണ് ഈ പിശാചികൾ ധരിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, ഇവരൊന്നും പിശാചുക്കളല്ല, ഇവർ ഒരു കാലത്ത് മനുഷ്യരായിരുന്നു. അതും 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ. അപ്പൊ ഇവർക്ക് എന്താ ഈ സംഭവിച്ചത്? മനുഷ്യരെങ്ങനെയാണ് ഇതുപോലെ പിശാചായി മാറിയത്? എന്തായാലും അതൊന്നും നോക്കി നിൽക്കാൻ നേരില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. അങ്ങനെ അതിലൂടെ അവർ നടക്കുന്ന സമയത്തുണ്ടല്ലോ കുറേയധികം മരങ്ങൾ കാണുകയാണ്. എല്ലാത്തിനും മനുഷ്യരുടെ രൂപം തന്നെ. അതെല്ലാം നിലവിളിച്ച രീതിയിൽ അങ്ങനെ എന്താ പറയാ, മരണസമയത്ത് ഒരുപാട് വേദനിച്ച് കരഞ്ഞതുപോലെ
അതുപോലെയാണ് അതിന്റെയൊക്കെ ആ ഒരു രൂപമുള്ളത്. അതായത് ഇവിടെ വെച്ച് മരിച്ച ഓരോ മനുഷ്യരും ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം താണ്ടി ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അവ്യക്തമായ ആ സ്ഥലത്തുകൂടെ ഇവരങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലായത് ഇത് വെറുമൊരു കുഴിയല്ല. ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്ന ചെറിയൊരു ഈ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുപോലുള്ള ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെയും ബാക്കിയുള്ള ചില രാജ്യങ്ങളുടെയും പതാക വരെ അവിടെ കാണുന്നുണ്ട്. ഇതെല്ലാത്തിനും പുറമെ വേറൊരു കാര്യം കൂടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി, അതായത് ഇവിടെ വലിയൊരു ഭൂമി കുലുക്കം സംഭവിച്ചിട്ടുണ്ട്. അതിന്റേതായ ചില അടയാളങ്ങൾ അത് വ്യക്തമായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവര് നേരെ വീണ്ടും മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട്. ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ കസാരയിലും ടേബിളിലായിട്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യർ, അവരുടെ ശരീരം എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അത് സാധാരണ മനുഷ്യ ശരീരം തന്നെയാണ്. അതെന്താ ഇവർക്ക് മാത്രം യാതൊരു മാറ്റവും സംഭവിക്കാത്തത് എന്ന് കരുതിയിട്ട് ഇവരുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും പോയിസൺ, വിഷമുണ്ടായിരുന്നു. എന്തോ ഒരു വലിയ ആപത്ത് വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അത്രയും ക്രൂരമായ മരണം ഏറ്റുവാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിഷം കഴിച്ചു മരിച്ച ആൾക്കാരാണ് ഈ കിടക്കുന്നത് മുഴുവൻ. എന്നാൽ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരു ചിലന്തി വരുന്നുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള വേറെയുള്ള എന്താ പറയുക ചെറിയ ചെറിയ പ്രാണികൾക്ക് വരെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ആ വരുന്ന എട്ടുകാലി. അതിന്റെ ആ ഒരു ഉടലിന്റെ ഭാഗം അതൊരു തലയോട്ടി പോലെയായി മാറിയിട്ടുണ്ട്. അതും മനുഷ്യന്റെ തലയോട്ടി പോലെ. കണ്ടപ്പോ തന്നെ അതിനെ ഇവര് വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും ഒരുപാട് എണ്ണം വരുന്നുണ്ട്. എല്ലാത്തിനെയും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വെടിവെച്ച് കൊന്ന് അവസാനം ആ ഒരു പള്ളിയും കത്തിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. വേറെ ഒരു രക്ഷയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ വലിയ താഴ്വരയുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഇരുമ്പിന്റെ ഡോറ് കാണുന്നുണ്ട്. ആ ഡോറ് കണ്ട് ഇവർ അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. വേറൊരു മാർഗവുമില്ല. എന്തായാലും ഇതിനുശേഷം ഉള്ളിൽ നിന്നും അത് അടക്കിയാണ്. പിന്നീട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴല്ലേ ഇവർ വന്ന് കയറിയ സ്ഥലം അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായത്. അതൊരു റിസർച്ച് ലാബായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന, വളരെ രഹസ്യമായിട്ടുള്ള അതീവ സങ്കീർണമായ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഒരു പരീക്ഷണ ലാബ്. അതിന്റെ പല ഭാഗത്തായിട്ട് മരിച്ചു കിടക്കുന്ന, അസ്ഥികൂടം പോലെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ശരീരങ്ങൾ കാണാനുണ്ട്. അതിൽ തന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകളുടെ ശരീരം ഉണ്ടായിരുന്നു. അവരും ഇതേ ലാബിൽ വെച്ച് തന്നെയാണ് മരണപ്പെടുന്നത്. അതിലൊരു സയന്റിസ്റ്റിനെ ഇവർ കാണുന്നുണ്ട്. മരിച്ച സമയത്ത് അയാളുടെ കയ്യിൽ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. മിക്കവാറും ആ ഒരു കാസറ്റിൽ എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാവുമല്ലോ, അത് വിചാരിച്ച് ലെവിയും ഡ്രാസയും കൂടെ അത് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു സയന്റിസ്റ്റ് ഒരു കാര്യം വന്ന് പറയാണ്, ഗവൺമെന്റിനോട് ഇവരെല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കേൺ അപേക്ഷിക്കുകയാണ്. കാരണം 1946 ആ സമയത്ത് ഇവിടെ നടന്നിരുന്നത് വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു. ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നല്ലോ. അതുകൊണ്ട് തങ്ങളുടെ പട്ടാളക്കാർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണം. അവർക്ക് നല്ല ഫലം വേണം. സൂപ്പർ ഹ്യൂമൻ ആക്കണം. അതിന്റെ പേരിൽ അവരുടെ ദേഹത്ത് ഒരുപാടധികം ജനറ്റിക്കൽ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ന്യൂക്ലിയർ പരീക്ഷണങ്ങളും ഇവിടെ നടത്തി. അതേ രീതിയിലുള്ള ഒരുപാട് മരുന്നുകളും ഇവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ചെറിയ ചെറിയ മിസൈലുകളുടെ പരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ ഭൂമി കുലുക്കം ഇവിടെ സംഭവിച്ചു. അതോടുകൂടിയിട്ട് ഇവരുണ്ടാക്കി വെച്ച ആ ഒരു ന്യൂക്ലിയർ വാതകങ്ങൾ ഇത് പതിയെ പതിയെ റിലീസ് ആവാൻ തുടങ്ങി. വല്ലാത്തൊരു പുകമയം ഇവിടെ മുഴുവനായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നില്ലേ? അതിന് കാരണം ആ ഒരു ന്യൂക്ലിയർ ഫോഗ് പുറത്തേക്ക് റിലീസ് ആയതുകൊണ്ടാണ്. അത്യധികം ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു വസ്തു അത് ശ്വസിക്കുന്ന ആൾക്കാർ മുഴുവനായിട്ടും മ്യൂട്ടേറ്റഡ് ആവുകയാണ്. നമ്മൾ കണ്ട ഈ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം ഇതേ രീതിയിൽ മാറിപ്പോകാനുള്ള കാരണം തന്നെ അന്ന് ഉണ്ടാക്കിയ ആ ഒരു ഗ്യാസ് അത് റിലീസ് ആയിപ്പോയി. അത് ശ്വസിച്ചാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ മനുഷ്യർ മാറുന്നതും അവരുടെ തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കി അവരെ മറ്റൊരു മനുഷ്യനാക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ പദ്ധതി, അതായത് പരീക്ഷണം നല്ല അടിപൊളിയായിട്ട് പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഇവിടെ അന്ന് താമസിച്ചിരുന്ന സയന്റിസ്റ്റുകൾ, അവരുടെ ഫാമിലി, അവരെല്ലാവരും ഗവൺമെന്റിനോട് പല തവണ ചോദിച്ചെങ്കിലും ഗവൺമെന്റ് ഈ വിവരം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിനായിരിക്കും നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിച്ചിരുന്ന പല സയന്റിസ്റ്റുകളുടെയും ശരീരം അത് പല രീതിയിൽ മാറാൻ തുടങ്ങി. അയാളുടെ ആ ഒരു ലാബ് കോട്ട് ഊരി മാറ്റിയിട്ട് അയാൾ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് അവർക്കൊരു രീതിയിലും സഹായം ലഭിച്ചില്ല. അവർ പൂർണ്ണമായിട്ടും ഈ വലിയ താഴ്വരയിൽ മൂടപ്പെട്ടു. അധികമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഗ്യാസ് അവർ ശ്വസിച്ച് രൂപമാറ്റം വന്നു. പിന്നീട് ആ ഒരു വീഡിയോ ഇവർ ക്ലോസ് ചെയ്യാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പല ഡാറ്റകളും പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞ് ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് നിലവിലെ ഈ രാജ്യങ്ങളുടെ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടല്ല മിലിറ്ററി ഈ ഒരു കാര്യം ചെയ്യുന്നത്. കംപ്ലീറ്റ് ഗവൺമെന്റിൽ നിന്ന് മറച്ചു വെച്ചാണ് ചില ആൾക്കാർ ഓരോ വർഷം പുതിയ ഓരോ ഗാർഡുകളെ ഇങ്ങോട്ടേക്ക് അയച്ച് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം രാജ്യങ്ങളല്ലാതെ മറ്റു ചില ശക്തികൾ ഇങ്ങോട്ടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവർക്ക് തടഞ്ഞേ മതിയാവുള്ളൂ. എന്നിരുന്നാലും ഗവൺമെന്റ് അറിയാതെയാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. അതിന് പുറമെ ഇവിടെ മറ്റൊരു വലിയ കാര്യമുണ്ട്, ജനറ്റിക്കൽ റിസർച്ച്. അതിന്റെ കൂടെ തന്നെ ഇവിടെ മറ്റു ചില വെപ്പൺസിന്റെ പരീക്ഷണങ്ങൾ കൂടെ നടന്നായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവിടെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് ഉണ്ട്. ഇത് എപ്പോ വേണമെങ്കിലും ആക്റ്റീവ് ആവാം. പൊട്ടിക്കഴിഞ്ഞാൽ ഈ പൊട്ടുന്ന ഭാഗത്തു നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഈച്ച പോലും അവശേഷിക്കില്ല. ഇനി എന്തായാലും ഇവിടെ നിന്നാൽ അത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലായ ലെവിയും ഡ്രാസയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ ഒരു സേഫ്റ്റിക്കായിട്ട് സ്മോക്ക് ബോംബ് പുറത്തേക്ക് എറിയുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ആരെയും കാണുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഡ്രാസയുടെ കാലിൽ ഒരു കയറ് വന്ന് കുരുങ്ങുന്നുണ്ട്. കുതിരപ്പുറത്ത് വന്ന ആ
ജനറ്റിക്കൽ ചേഞ്ച് വന്ന മനുഷ്യനായിരുന്നു. അതായത് പിശാചോ ഭൂതോ ഒന്നുമല്ല, മറ്റു മൃഗങ്ങളോ ഒന്നുമല്ല, സാധാരണ മനുഷ്യരുണ്ടാക്കിയ മരുന്ന് അത് ശ്വസിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ വന്ന ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ വന്ന മനുഷ്യർ തന്നെയാണിത്. അങ്ങനെ ഒരുത്തം വന്നിട്ട് ഡ്രാസയെ വലിച്ചു കൊണ്ടുപോവാണ്. അതിന്റെ പിന്നാലെ ലെവി ഓടിയെങ്കിലും അവളെ പിടിക്കാനോ രക്ഷപ്പെടുത്താനോ പറ്റിയില്ല. ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വന്ന ആ മനുഷ്യനെ തൽക്കാലം നമുക്ക് പിശാച് തന്നെ വിളിക്കാം. അങ്ങനെ ആ ഒരു പിശാച് ഡ്രാസയെ കൊണ്ടുപോയി ഒരു ബങ്കറിന്റെ ഉള്ളിൽ വെച്ച് അവളെ കെട്ടി തൂക്കി വെച്ച് ഒരു കത്തി വെച്ച് അവളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യവും വേദനയും സഹിക്കാൻ പറ്റാണ്ട് ഡ്രാസ പറയുന്നുണ്ട്, ഞാൻ എങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ അവസാനാടാ. എന്നാൽ ഇമോഷൻസോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മനുഷ്യരൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഡ്രാസ അവളുടെ ആ ഒരു കെട്ട് അത് അഴിച്ചുകൊണ്ട് താഴേക്ക് ചാടി വരികയാണ്. എന്നിട്ട് ഈ പിശാചുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് അത് അവളെ വെട്ടാൻ നോക്കുന്ന സമയത്ത് തന്നെ ആ സാധനത്തിന്റെ തല ചിതറി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന ലെവിയാണ് അതിനെ കൊന്നത്. പെട്ടെന്ന് തന്നെ ഡ്രാസ വന്ന് ലെവിയെ കെട്ടിപ്പിടിക്കുകയാണ്, രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതേ നേരം തന്നെ ഇവിടെ വീണ് കിടക്കുന്ന ഈ പിശാചിനെ ഇവർ നോക്കിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അതായത് ലെവി നിൽക്കുന്ന ആ ഒരു ടവർ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വന്ന ഒരു കമാൻഡർ, അയാളുടെ ഫോട്ടോയും പേരും ലെവി അവിടെ കണ്ടായിരുന്നു. ആ കമാൻഡർ ആണ് ഈ രൂപത്തിൽ ഇതുപോലെ രൂപമാറ്റം വന്ന് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ അധികം നേരം ഇവര് രണ്ടുപേരും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കും ഇതുപോലെ രൂപമാറ്റം സംഭവിക്കും. ഒരു സെക്കൻഡ് പോലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അങ്ങനെ ആ ഒരു ബങ്കർ വിട്ട് ഇവർ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച കാണുകയാണ്. അതായത് മരത്തിന്റെ വേരുകളുണ്ടല്ലോ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊരു സംഭവം അതിന്റെ പല ഭാഗങ്ങളിലായിട്ട് പതിയെ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് എങ്ങനെയാ ഉണ്ടാവുക, അതുപോലെ തന്നെ ആ വേരുകളിൽ നിന്നും മനുഷ്യരുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച. അതായത് പ്രകൃതി ഒരു പരിധിയിൽ കൂടുതലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിടുത്തം വിട്ടു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ഉണ്ടാവുക എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതിനൊരു ഉദാഹരണമാണ് അവരവിടെ കണ്ട കാഴ്ച. മാത്രമല്ല അതിനിടയിലൂടെ പോകുന്ന സമയത്ത് ഇവർ പോകുന്നു എന്ന് മനസ്സിലാക്കി ഇവരെ അറ്റാക്ക് ചെയ്യാനും ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെവി ഡ്രാസ രണ്ടുപേരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് അത് അവിടെ വെച്ച് പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. വന്നു നോക്കുമ്പോൾ ഒരു പഴയ ജീപ്പ് അവരെ അവിടെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി അതുമായിട്ട് ഇവർ നേരെ കുത്തനെ നിൽക്കുന്ന ആ മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം റോപ്പ് മുകളിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണിട്ടില്ലേ, അതിന്റെ ആ ഒരു കഷ്ണം കിട്ടിയാൽ മതി, അത് ഉപയോഗിച്ച് ഇവർക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ തപ്പി അവസാനം അവരെന്താക്കി ആ ഒരു റോപ്പ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അത് കണക്ട് ചെയ്ത് ആ ജീപ്പോടക്കനെ ഇവർ മുകളിലേക്ക് പയ്യെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ശക്തമായ ആ ഒരു ഫോഗ് ഉണ്ടല്ലോ, അത് താണ്ടി അവർ മുകളിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ ഇത് വെറും ഒരു ഫോഗ് അല്ല, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കെമിക്കൽ അതിൽ നിന്ന് റിലീസായ മാരകമായ ഗ്യാസ്, അല്ലാതെ നാച്ചുറൽ ഫോഗ് ഒന്നും അല്ല അത്. ഇത്രയും പെട്ടെന്ന് തന്നെ അത് താണ്ടിക്കൊണ്ട് അവർ മുകളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു ആശ്വാസമാണ്, എന്തായാലും അവറ്റകൾ പോയല്ലോ എന്ന്. എന്നാൽ അധിക നേരം കഴിഞ്ഞില്ല കേട്ടോ. അതിനു മുന്നേ തന്നെ ഇവർ കയറി വരുന്ന ആ റോപ്പ് പിടിച്ചുകൊണ്ട് ഒരുപാടധികം ഇതുപോലെയുള്ള ജീവികൾ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. പരമാവധി ലെവിയും ഡ്രാസയും കയ്യിലുള്ള കോടാലിയും അതുപോലെ തന്നെ തോക്കും വെച്ച് അവറ്റകളെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല, എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലെവി ആ ജീപ്പിൽ ഒരു പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു, അത് താഴേക്ക് ഇവറ്റകളുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്ത് തീയങ്ങിടുകയാണ്. എല്ലാം കൂടെ നിന്ന് കത്തുന്നുണ്ട്. മാത്രമല്ല ഈ കയറും ജീപ്പും ഉള്ളത് കൊണ്ടല്ലേ ഇതിന്റെ പിന്നാലെ ഇവറ്റകൾ വരുന്നത്, രണ്ടും വേണ്ട. അങ്ങനെ ആ ഒരു കയറും ജീപ്പും മുഴുവനായിട്ട് തകർത്ത് താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ പാറയിലൂടെ പിടിച്ച് ഇവർ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. വന്ന് കയറിയത് ഡ്രാസയുടെ ആ ഒരു ടവറിലേക്കാണ് കേട്ടോ. വന്നപാട് തന്നെ ഇവരുടെ മുറികളെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലെവി പറയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ആ ഒരു ടവറിലേക്ക് പോകണം, കാരണം മാസത്തിൽ ഒരിക്കൽ എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ആ സമയത്ത് ഡ്രാസ ചോദിക്കുകയാണ്, ലെവി എന്തുകൊണ്ടാണ് നീ ശരിക്കും അവിടുത്തെ ഗാർഡായിട്ട് സെലക്ട് ചെയ്തത്? ലെവി പറയാണ്, എനിക്കറിയില്ല, ചിലപ്പോൾ ഞാനൊരു ഷാർപ്പ് ഷൂട്ടർ ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ കുറച്ചു നേരം ആലോചിച്ചപ്പോൾ ലെവിക്ക് മനസ്സിലായി, അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. എനിക്കെന്ന് പറയാൻ ആരുമില്ല, ഒരു കുടുംബം ഇല്ലാത്തവനാണ്, ഒറ്റയ്ക്കാണ് ഞാൻ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്നെ ചോദിച്ചോ തേടി വരാനായിട്ടോ ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെന്നെ ഈ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് വേണ്ടി നീ ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ചോദിച്ചു വരാനായിട്ട് നീ ഉണ്ടല്ലോ ഡ്രാസ. അപ്പൊ ഡ്രാസ പറയാണ്, ലെവി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ജോലി വേണ്ട, ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം, ലോകത്തിന്റെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം. ഇപ്പൊ ലെവി പറയാണ്, ഒരിക്കലും നടക്കില്ല അത്, കാരണം ഒരു ആർമിയുടെ രഹസ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് അറിഞ്ഞു എന്ന് അവരറിഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവർ നമ്മളെ കൊന്നുകളയും. നമ്മുടെ കോൺട്രാക്ട്, അതായത് ഒരു വർഷം തികയാനായിട്ട് ഒരു 2-3 ആഴ്ച കൂടെയുള്ളൂ. അതിനുള്ളിൽ ഒന്നും അറിയാത്തതുപോലെ എല്ലാം പഴയതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ജോലിയെല്ലാം കഴിഞ്ഞ് പോയി നമുക്ക് ആവശ്യത്തിന് പണം കിട്ടുമല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാന്ന് പറയണം. ഡ്രാസയും അതിന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പുറത്തേക്ക് ഒരു റോപ്പ് വിട്ട് ലെവി ഇപ്പോൾ ഡ്രാസയ്ക്ക് ഒരു ചുംബനം കൊടുത്ത് നേരെ അപ്പുറത്തേക്ക് പോവുകയാണ്. എത്തി അധികം വൈകാതെ തന്നെ ലെവിക്ക് ഒരു കോള് വരുന്നുണ്ട്, അതായത് എല്ലാ മാസവും വരുന്നത് പോലെ. എന്നാൽ ഇത്തവണ അവന് നേരിട്ട് വിളിച്ചിരിക്കുന്നത് ആ ലേഡി ഏജന്റ് ഉണ്ടല്ലോ, അവൻ ഈ ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ലേഡി അവര് തന്നെയാണ്. അവർ ലെവിയോട് ചോദിക്കുന്ന ഒരു കാര്യം, നീ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് പോയോ എന്നാണ്. ലെവി പറയണ, ഇല്ല, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി നീ ശ്രമിച്ചോ? ലെവി പറയാണ്, ഞാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ ജോലി അത് മാത്രം ചെയ്യലാണ് എന്റെ ജോലി. ഓക്കെ, അതെല്ലാം പോട്ടെ, ആ കുഴിയുടെ താഴെ ചില കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ ആക്സസ് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ മറ്റാരും അതിൽ ആക്സസ് ചെയ്തിട്ടുണ്ട്, നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടവറിലെ ആളാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴും ലെവി
ലെവി എനിക്കറിയില്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ശരി, എന്നാ ഫോൺ വെച്ചോന്ന് പറയാണ്. എന്നാൽ ഇതിന് ശേഷമാണ് ഒരു കാര്യം കാണിക്കുന്നത്. ലേഡി ഏജന്റ് അവർക്കെല്ലാം മനസ്സിലായി. താഴേക്ക് പോയി ലെവിയും ഡ്രാസയും കൂടെ ആ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തതിന്റെ ആ ലൈവ് വീഡിയോ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഏജന്റ് ഒരു പട്ടാളക്കാരനെ വിളിച്ചിട്ട് പറയാണ്, അവനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നത് മഹാ അബദ്ധമായി പോയി. എനിക്ക് ചെറിയൊരു പിഴവ് സംഭവിച്ചു. എന്നാൽ ആ പിഴവ് എനിക്ക് നാളെ തന്നെ തിരുത്തിയേ മതിയാവുള്ളൂ. അതായത് ലെവിയെ കൊല്ലാൻ തന്നെ ഇവർ തീരുമാനിച്ചു. അതിന് ഈ ലേഡി ഏജന്റ് നേരിട്ട് പോകാമെന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ ലെവി, ഡ്രാസ ഈ രണ്ടുപേരും എപ്പോഴത്തെയും പോലെ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കുഴിയുടെ അരികിലൂടെ കുറെ അധികം ആന്റിനകൾ, ചെറിയ ചെറിയ സെൻസറുകൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവരങ്ങനെ പോകുന്ന സമയത്ത്, അതായത് ഒരു ഭാഗത്തൂടെ ലെവി, മറ്റൊരു ഭാഗത്തൂടെ ഡ്രാസ, അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. ലെവിയും ഡ്രാസയും ആ ഒരു കാര്യം കണ്ടു. ആയുധധാരികളായിട്ടുള്ള ആൾക്കാരാണ് അതിലുള്ളത്. അവർ വരുന്നത് രണ്ടുപേരെയും തട്ടാനാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരോടും അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് രക്ഷപ്പെട്ടു ഓടിക്കുമെന്ന്. അങ്ങനെ പോകുന്നതിനിടയിൽ ഈ ആന്റിന ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ ഒരു സെൻസർ, അതിലെന്തൊക്കെയോ ലെവി ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ലെവി ഇരുന്ന ടവർ അതിനുള്ളിലേക്ക് ഈ ലേഡി ഏജന്റും ഒരു പട്ടാളക്കാരനും കൂടെ വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്കാൻ ഏജന്റ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, മാഡം അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, പവർഫുൾ ആയിട്ടുള്ള ഡ്രോണുകളുണ്ട്, ആ ഡ്രോണുകൾ തന്നെ അവരെ കൊന്നോളെന്ന് പറയാണ്. ഇതേ നേരം വലിയ 2 ഡ്രോണുകൾ വരുന്നുണ്ട്. ഇവരോടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാട്ടിലേക്ക് വരികയാണ്. കറക്റ്റ് ഇവരുന്നം വെച്ച് ആ ഒരു ഡ്രോണുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ലെവി, ഡ്രാസ രണ്ടുപേരും നല്ല ഒന്നാന്തരം സ്നൈപ്പേഴ്സ് ആണ്. മറിഞ്ഞിരുന്നുകൊണ്ട് അവർക്ക് നേരെ വന്ന ആ 2 ഡ്രോണുകളെയും ഇവർ വെട്ടിവെച്ച് പൊളിച്ചു കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ലെവിയുടെ ടവറിന്റെ ഉള്ളിൽ നിന്നും അവിടെ മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലേഡി ഏജന്റ്. ആ സമയത്ത് ലേഡി ഏജന്റ് അവൻ ചുമരിൽ എഴുതി വെച്ച ഒരു കാര്യം കാണുകയാണ്. ഈ ലോകത്തിൽ മറയ്ക്കാൻ പറ്റാത്തതായിട്ട് 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തേതും രണ്ടാമത്തേതും ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും. ഇനി മൂന്നാമത്തെ കാര്യം അത് സത്യമാണ്. അതായത് ലെവി എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെന്ന് ആ ഒരു നോട്ടിലൂടെ ലേഡി ഏജന്റിന് മനസ്സിലായി. അതേ നിമിഷം തന്നെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ലെവിയും ഡ്രാസയും കൂടെ അവിടെ പല ഡിഷും ആന്റിനകളൊക്കെ ചേരുന്നല്ലോ, അതെല്ലാം വെടിവെച്ച് പൊട്ടിച്ചു കളയാണ്. എന്നാൽ എന്തിനാണ് ഇത് ഇവർ ചെയ്യുന്നതെന്ന് ഏജന്റിന് മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായ സൈറൻ, അതിന്റെ ആ ഒരു മുഴക്കം, ഇത് കേട്ടപ്പോൾ തന്നെ ഇവരെന്താണ് ചെയ്തതെന്ന് ലേഡി ഏജന്റിന് മനസ്സിലായി. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ ആന്റിനകളും സെൻസറും ഇതൊക്കെ എന്തിനാണെന്ന് അറിയോ? താഴെ ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്. അത് പൊട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ തകർന്നു പോയാൽ ഇനി എന്താ സംഭവിക്കുക? 2 മിനിറ്റ് അതിനുള്ളിൽ ആ ഒരു ന്യൂക്ലിയർ ബോംബ് അത് പൊട്ടാൻ വേണ്ടി പോവാണ്. പണി കിട്ടിയെന്ന് ഏജന്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ തയ്യാറാക്കാൻ പറയാണ്. അവള് മുകളിലേക്ക് പറന്നു വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ലെവി, ഡ്രാസ രണ്ടുപേരും പരമാവധി ദൂരത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും 5 കിലോമീറ്റർ ഇവിടുന്ന് താണ്ടണം. ഡ്രാസയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓടുന്നുണ്ട്. എന്നാൽ ലെവിയുടെ കാലിന് ചെറിയ പരിക്കുള്ളത് കൊണ്ട് അത്ര വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ 2 മിനിറ്റ് ആയി കഴിഞ്ഞു. ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഒരേറ്റ പൊട്ടലാണ്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒന്നിനെയും ബാക്കി വെച്ചില്ല. ആ സ്ഥലവും അവിടെയുള്ള പിശാചുകളും പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞില്ലാതാവുകയാണ്. കൂടെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയ ലേഡി ഏജന്റ്, അവരുണ്ടായിരുന്ന ആ ഹെലികോപ്റ്ററും തകർന്നു പോവാണ്. ലെവി വിചാരിച്ചതുപോലെ ഒരുപാട് ദൂരത്തേക്ക് അവന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ബോംബിന്റെ ഷോക്ക് വേവിൽ അവൻ പെട്ടുപോവാണ്. ഒരു വലിയ അരുവിയിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ഡ്രാസയാണെങ്കിൽ നല്ല വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടായിരുന്നു. ആ ബ്ലാസ്റ്റിൽ അവൾ പെട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് കാട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ വന്നിട്ട് അവൾ ഒളിക്കുകയാണ്. മാത്രമല്ല ലെവി, ഡ്രാസ രണ്ടുപേരും ഒരേ സ്ഥലത്ത് മീറ്റ് ചെയ്യാന്ന് അവർ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു. അങ്ങനെ ഒരു കത്ത് ഡ്രാസയ്ക്ക് ലെവി കൊടുത്തിട്ടുണ്ട്. അവള് കുറച്ച് ദിവസം ആ ഒരു ഗുഹയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെവി അവൾക്ക് കൊടുത്ത ആ ഒരു കത്ത് അതിപ്പോ അവൾ എടുത്ത് വായിക്കുകയാണ്. അവളോടുള്ള ആ ഒരു പ്രണയവും സ്നേഹവും അതൊക്കെയായിരുന്നു ആ ഒരു വരികളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ലെവി പറഞ്ഞതുപോലെ ആ സ്ഥലത്ത് ഡ്രാസ ഒരു 10ഓളം ദിവസം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനി ലെവി വരാൻ പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ഇവിടുന്ന് പോവുകയാണ്. പഴയ ആ ഒരു ജോലി, അതായത് ആളെ കൊല്ലുന്ന പരിപാടിയെല്ലാം ഡ്രാസ നിർത്തി. ഇപ്പൊ സാധാരണ ഒരു കഫേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഡ്രാസ ഒരു ദിവസം കഫേയിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ വന്നിരിക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ലെവി ആയിരുന്നു. ഓടിച്ചെന്ന് ഡ്രാസ ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ എപ്പോ വരാൻ പറഞ്ഞു, എവിടേക്കാ വരാൻ പറഞ്ഞേ, എന്നിട്ട് ഇപ്പോഴാണോടാ വരുന്നത്? ലെവി അവളെ നോക്കിയിട്ട് ഒരു ചിരിച്ചിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് ഇനി അവർ ജീവിച്ച് തീർക്കാൻ വേണ്ടി പോവാണ്. അത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. ഈ സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ അതെന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എല്ലാത്തിനും ഞാൻ റെസ്പോൺസ് ആകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.